ഇന്ത്യ അവരുടെ സൂപ്പർ എയ്റ്റിലെ ആദ്യ മത്സരം തന്നെ സൗത്ത് ആഫ്രിക്കയുടെ 76 റൺസിന് തോറ്റ് എലിമിനേഷന്റെ ബ്രിങ്കിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇന്ന് അഭിഷേക് ശർമ്മയോ തിലക് വർമ്മയോ ഒന്നും കുറ്റം പറയാൻ പോകുന്നില്ല. ഞാൻ BCCIനെ മാത്രമാണ് കുറ്റം പറയുള്ളൂ. 2024 വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞ് ഈ വേൾഡ് കപ്പ് ഹോമിലാണ് നടക്കുന്നതെന്ന് അറിഞ്ഞ് പ്രിപ്പയർ ചെയ്യാൻ ഇത്രയും ടൈം കിട്ടിയിട്ട് BCCI എന്താണ് ചെയ്തത്? അവർ ഹോമിൽ കളിച്ച എല്ലാ ബൈലാറ്ററൽ സീരീസിലും ഹൈവേ പോലത്തെ ഫ്ലാറ്റ് വിക്കറ്റുകൾ ഇട്ടിട്ട് നമ്മുടെ കണ്ണി പൊടിയിട്ടു. നമ്മൾ ഫാൻസിന്റെ കണ്ണി പൊടിയിട്ടത് പോട്ടെ, അവരുടെ ബാറ്റേഴ്സിന് ഒരു ഫുൾ സെക്യൂരിറ്റി കൊടുത്തു. ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ അഭിഷേകിന്റെയും തിലക് വർമ്മയുടെ ഒക്കെ വിചാരം അവർ ഇൻവിൻസിബിൾ ആണെന്നാണ്. പക്ഷെ ബോളൊന്ന് പതുക്കെ ഗ്രിപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും അയ്യോ ഇതിന് കളിക്കാൻ നമുക്കറിയില്ലേ എന്ന് പറയുന്ന അവസ്ഥയായി. വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പിച്ചുകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന BCCIക്ക് അറിയായതൊന്നും ഇല്ലായിരുന്നു. കാരണം ICCയുടെ ഒരു പിച്ച് അഡ്വൈസർ ഉണ്ട്, അദ്ദേഹം പറയുന്ന പോലെയാണ് പിച്ച് സെറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ICC കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ സ്കോറിംഗ് മാച്ചുകൾ വരാണ്ടിരിക്കാൻ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വിക്കറ്റുകൾ പ്രിപ്പയർ ചെയ്യാനാണ്. അതായത് ബോളേഴ്സിനും വിക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇത് അറിഞ്ഞിട്ട് പോലും നമ്മൾ ഈ ടൂർണമെന്റിന് തൊട്ട് മുമ്പ് കളിച്ച ബൈലാറ്ററൽ ന്യൂസിലൻഡിനെതിരെ നോക്കിയാലും അതും നമ്മൾ കളിച്ചത് ഹൈവേ പോലത്തെ ഫ്ലാറ്റ് വിക്കറ്റിലാണ്. അപ്പൊ BCCIക്ക് ആകെ വേണ്ടത് എന്റർടൈൻമെന്റ് വാല്യൂ TRP ആണ്. അപ്പൊ അത് കെട്ടിപ്പിടിച്ചിരിക്കുക, കപ്പ് വല്ല ആമ്പിള്ളാരും കൊണ്ടുപോകും.